IPL 2026 സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ക്വാളിഫയർ 2-ൽ പരാജയപ്പെടുത്തി രണ്ടാം കിരീടം ലക്ഷ്യം വെച്ച് ഫൈനലിലെത്തിയിരിക്കുകയാണ് ഗിൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ യുവതാരം വൈഭവ് സൂര്യവംശിക്കെതിരെ പ്രയോഗിച്ച ബോഡി ലൈൻ ബോളിങ്ങിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ ഇർഫാൻ പത്താൻ. ന്യൂ ചണ്ഡീഗഡിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിന്റെ വിജയമാണ് രാജസ്ഥാനെതിരെ GT നേടിയത്. രാജസ്ഥാൻ റോയൽസ് ഇന്നിംഗ്സിന്റെ 14-ാം ഓവറിൽ കഗീസോ റബാഡ എറിഞ്ഞൊരു ഷോർട്ട് പിച്ച് പന്ത് ഓപ്പണറായ വൈഭവിന്റെ ഹെൽമറ്റിൽ കൊണ്ടിരുന്നു. തുടർന്ന് താരത്തെ നിർബന്ധിത കൺകഷൻ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടി വന്നു. ഇതിനു പിന്നാലെ തൊട്ടടുത്ത 15-ാം ഓവറിൽ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജും വൈഭവിന്റെ ശരീരത്തെ ലക്ഷ്യമാക്കി ബോഡി ലൈൻ ബോളിംഗ് പുറത്തെടുത്തു. എന്നാൽ ഈ പന്തിൽ താരം സിറാജിനെ 6-ന് പറത്തി. മത്സരത്തിന് ശേഷം എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമിന്റെ ഈ സമീപനത്തെ പത്താൻ വിമർശിച്ചത്. ഒരു അച്ഛനെന്ന നിലയിൽ തനിക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ലെന്നാണ് പത്താൻ വ്യക്തമാക്കിയത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശിയെ തടയാൻ ബോഡി ലൈൻ ബോളിംഗ് പ്രയോഗിച്ചത് എനിക്ക് ഒട്ടും ശരിയായി തോന്നുന്നില്ല എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത്. അവൻ കളിക്കുന്നത് മുതിർന്ന താരങ്ങൾക്കെതിരെയാണെന്നതെല്ലാം ശരിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ റോയൽസ് പുറത്തായെങ്കിലും വൈഭവ് സൂര്യവംശിയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ കണ്ടത്. വൈഭവിൻ്റെ പോരാട്ടമാണ് രാജസ്ഥാനെ 214 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. വൈഭവ് 204 സ്ട്രൈക്ക് റേറ്റിൽ 7 6-ഉം 8 4-ഉമടക്കം 47 പന്തിൽ 96 റൺസ് നേടിയാണ് പുറത്തായത്. വളരെ പക്വതയേറിയ ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു അത്. രവീന്ദ്ര ജഡേജ ഒഴികെ മറ്റു താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയതാണ് രാജസ്ഥാന് തിരിച്ചടിയായത്. പിന്നാലെ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് 18.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നിരുന്നു. ഗുജറാത്തിന് വേണ്ടി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നയിച്ചു. 53 പന്തിൽ സെഞ്ചുറി നേടിയാണ് ശുഭ്മാൻ ഗിൽ പുറത്താവുന്നത്. സായ് സുദർശൻ 32 പന്തിൽ 58 റൺസും നേടി. നിലവിൽ ഓറഞ്ച് ക്യാപ്പിൻ്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് വൈഭവ് നിൽക്കുന്നത്.